മദ്യം ഹലാലോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ആ പറഞ്ഞു. എൻ്റെ ഒരു ചങ്ങാതിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉസ്താദ് ആ ചങ്ങാതിയോട് പറഞ്ഞ കാര്യം എന്നോട് മാത്രമല്ല ഞങ്ങളോട് പറഞ്ഞത്. മദ്യം സ്വർഗത്തിൽ ഹലാലാണ് എന്ന്. അതെങ്ങനെ? അതിലേക്ക് വരും മുമ്പ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ലേഖനം നമുക്കൊന്ന് സ്പർശിച്ചു പോകാം. 2022 WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നതിന് ആധാരം. അത് പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ബോറിംഗ് ആയിരിക്കും, അബ്സേർഡും ആയിരിക്കും. പക്ഷേ ദർ ഈസ് സം റിലവൻസ്. എന്താണെന്നല്ലേ, നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, പൂസായി റോഡിൽ കിടന്നാലേ കുഴപ്പമുള്ളൂ, 1-2 പെഗ് അടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. WHO പറയുന്നു, മിതമായ മദ്യപാനം പോലും DNA ബാധിച്ച് ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. IM അറിയാമല്ലോ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അതിൻ്റെ ഒരു റിസർച്ച് ചീഫുണ്ട്, ഡോക്ടർ രാജീവ് ജയദേവൻ. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ആൽക്കഹോളിലെ പ്രൈമറി ഇൻഗ്രീഡിയൻറ്റ് എത്തനോളാണ്. രക്തത്തിലേക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്ന, അബ്സോർബ് ചെയ്യപ്പെടുന്ന എത്തനോൾ മിനിറ്റുകൾക്കുള്ളിൽ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു. ഇതിൻ്റെ ഏറ്റവും മാരകമായ ഫാക്ടർ എന്താണെന്നറിയാമോ? അസറ്റാൽഡിഹൈഡിൻ്റെ ഫോർമേഷൻ. ഈ കാർഡിനോജനിക് കാമ്പൗണ്ട് DNA-യെയും പ്രോട്ടീനെയും ഡാമേജ് ചെയ്യുന്നു. ഇതിൻ്റെ അനന്തരഫലം എന്താ? സെൽ മ്യൂട്ടേഷൻ. ക്യാൻസറിൻ്റെ അടിസ്ഥാനം സെൽ മ്യൂട്ടേഷനാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഒന്നിച്ചു വരുമ്പോഴത്തേക്ക് അത് സെൽ മ്യൂട്ടേഷനിലേക്ക് എത്തിക്കുന്നു, തുടർന്ന് അത് ക്യാൻസറിലേക്ക്. 7 തരത്തിലുള്ള ക്യാൻസർ ഇതുമൂലം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലിവർ, ചെസ്റ്റ്, ഈസോഫാഗസ്, കൊളോറക്ടൽ അടക്കമുള്ള 7 ഇനം ക്യാൻസർ. ഒരു സംശയം ന്യായമായും ഉണ്ടാവും, എല്ലാ മദ്യപന്മാർക്കും ഇങ്ങനെ ക്യാൻസർ ഉണ്ടാകുമോ? ഉത്തരം തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ്. ശക്ര വേൾഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ലോറൻസ് പീറ്റർ പറയുന്നത് കേൾക്കുക. എഥനോൾ ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് മൂലം വൈറ്റമിൻ B1, മഗ്നീഷ്യം, ഫോളിക് ആസിഡ് എന്നീ ഘടകങ്ങളെ റപ്ചർ ചെയ്യുന്നു, തകർക്കുന്നു. ഇതുമൂലം നെർവുകളുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഇക്കാരണം കൊണ്ട് വെർണിക്കൈ കോർസക്കോഫ് സിൻഡ്രോം എന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ശരീരത്തിലുണ്ടാകുന്നു. തുടർന്ന് കൺഫ്യൂഷൻ, മെമ്മറി ലോസ് എന്നിവയിലേക്ക്. പക്ഷേ എല്ലാ ശരീരങ്ങളിലും ഇതെല്ലാം ഒരേ തരത്തിലല്ല ബാധിക്കുക. ബിയർ, വൈൻ തുടങ്ങി ലഘുപാനീയങ്ങളെന്ന് നാം ധരിക്കുന്ന ആ മധ്യഭാഗം തലച്ചോറിൻ്റെ കോശങ്ങളെയാണ് ഗ്രാജുവലായി ബാധിക്കുക. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, പാരമ്പര്യ പാനീയങ്ങളായ കള്ള്, ചാരായം തുടങ്ങിയവ വീണ്ടും മാരകമെന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. എന്താ കാരണം എന്നറിയോ? അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസാണ് അതിന് കാരണം. ആസ്റ്റർ CMI ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ബൃന്ദ പറയുന്നു, മദ്യപാനത്തിന് ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണെന്നാണ്. മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കേൾക്കണോ? ഡൽഹി PSRI ഹോസ്പിറ്റലിലെ ഡോക്ടർ രവിപ്രസാദ് പറയുന്നതാണ്, 2020 ശേഷം ആകെ ഹൃദയാഘാതം സംഭവിക്കുന്ന രോഗികളിൽ 50% 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ്, ചെറുപ്പക്കാർക്ക്. ഒരു ഷോട്ടിൽ എന്തിരിക്കുന്നു എന്നാവും നമ്മൾ ചിന്തിക്കുക. ഒരു രസത്തിന് തുടങ്ങും, ബാച്ചലർ പാർട്ടികൾ, ആഘോഷങ്ങൾ, ന്യൂ ഇയർ, ഓണം തുടങ്ങിയവ. മദ്യപാനശീലം അഡിക്ഷനിലേക്ക് നീങ്ങാൻ വലിയ നേരമൊന്നും വേണ്ട. ഡോക്ടർ ലോറൻസ് പീറ്റർ അങ്ങനെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ ചക്രവ്യൂഹത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വലിയ പ്രയാസമാണ്. അനേകം ഉദാഹരണങ്ങളുണ്ട്. ഒരൊറ്റ ഉദാഹരണം, എൻ്റെ ജീവിതത്തെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ക്ഷമയോടെ കേൾക്കുക. അരനൂറ്റാണ്ടിന് മുൻപുള്ളൊരു കഥയാണ്. 21ാം വയസ്സിൽ എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. ഒന്നിച്ച് സർവീസിൽ കയറിയ അബ്ബാസ്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അബ്ബാസ് ഞങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു. മദ്യത്തിനടിമയായിരുന്നു അബ്ബാസ്. അതൊഴിച്ചാൽ മദർ തെരേസയുടെ അനുയായി.
മദ്യത്തിലേക്ക് എത്തിപ്പെടാൻ അബ്ബാസ് കണ്ടെത്തിയ കാരണമാണ് അതിവിചിത്രം. ഞാൻ ആദ്യം പറഞ്ഞു അതിവിചിത്രമായ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അതിവിചിത്രമായ കാരണത്താലാണ് അബ്ബാസ് മദ്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. സമ്പന്ന കുടുംബാംഗമായിരുന്ന അബ്ബാസ് ഒരു മദ്രസ പ്രൊഡക്റ്റ് കൂടിയായിരുന്നു. ഇളം പ്രായത്തിൽ മദ്രസ അധ്യാപകൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആ മനസ്സിൽ ഇംപ്രസ് ചെയ്ത് കിടന്നിരുന്നു. പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തിലെ ഹോറിമാരെക്കുറിച്ചും സ്വർഗത്തിലെ മദ്യപ്പുഴയെക്കുറിച്ചും ഉസ്താദ് പറഞ്ഞു. സ്വർഗത്തിൽ 4 പുഴകളുണ്ട് എന്നാണ് അന്ന് ഉസ്താദ് അബ്ബാസിനോട് പറഞ്ഞത്. തേൻപുഴ, പാൽപ്പുഴ, അങ്ങനെ പുഴകളുടെ കൂട്ടത്തിൽ മദ്യപ്പുഴ. സ്മാർട്ടായിരുന്നു അബ്ബാസ്, ഷാർപ്പ്. മനസ്സിൽ തികട്ടി വന്ന സംശയങ്ങൾ അപ്പോൾ ഉസ്താദിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കും. അബ്ബാസിൻ്റെ അയൽപ്പക്കത്ത് ഒരു ഖാസി താമസമുണ്ടായിരുന്നു. പണ്ഡിതനായ ഒരു മുസ്ലിം പുരോഹിതൻ. അബ്ബാസിൻ്റെ ഒരു ബന്ധു കൂടിയായിരുന്നു. മുതിർന്നു വന്ന അബ്ബാസ് അദ്ദേഹത്തോട് നേരത്തെ മനസ്സിൽ തികട്ടി വന്നിരുന്ന സംശയങ്ങളെക്കുറിച്ച് ചോദിച്ചു തുടങ്ങി. കിതാബുകളിൽ താൻ വായിച്ചു പഠിച്ച കാര്യങ്ങൾ ആ പണ്ഡിതൻ അബ്ബാസിനോട് പറഞ്ഞു കൊടുത്തു. വളരെ ഷാർപ്പായിരുന്നു അബ്ബാസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അബ്ബാസ് ചോദിച്ച ചില ചോദ്യങ്ങൾ കേട്ട് ഹാസി അമ്പരന്നുപോയി. അബ്ബാസ് ചോദിച്ചത്, ഉസ്താദേ, ഭൂമിയിലൊക്കെ മദ്യം ഹറാമല്ലേ? സ്വർഗത്തിൽ മദ്യപ്പുഴയുണ്ടെന്ന് കിതാബിൽ പറയുന്നു. അപ്പോൾ സ്വർഗത്തിൽ മദ്യം ഹലാലാണോ? പാവം ഉസ്താദിന് കണ്ണ് തള്ളിപ്പോയി. എന്തിനു പറയുന്നു, 10ാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ അന്ന് അബ്ബാസ് മദ്യത്തിൻ്റെ രുചി ആദ്യമായിട്ട് അറിഞ്ഞു. വീട്ടിലറിഞ്ഞു, വഴക്കായി. ഉമ്മ വഴക്കിട്ടു. ഒരു പാവം നിഷ്കളങ്കയായ ഉമ്മ. പക്ഷേ അബ്ബാസിൻ്റെ വാദമുഖങ്ങൾ കേട്ട് അവരും അമ്പരന്നുപോയി. മദ്യം സ്വർഗത്തിൽ ഹലാലല്ലേ ഉമ്മ? ഉമ്മ എന്തിനാ വഴക്ക് പറയുന്നത്? സ്റ്റേറ്റ് ഫുട്ബോൾ ടീമിലേക്ക് അബ്ബാസിന് സെലക്ഷൻ കിട്ടി. ഫുട്ബോളറായിരുന്നു. അങ്ങനെ സ്പോർട്സ് കോട്ടയിലാണ് സർവീസിലേക്ക് കയറുന്നത്. അതുമാത്രമല്ല, അബ്ബാസ് ഒരു കലാകാരൻ കൂടിയായിരുന്നു. ജോലി കിട്ടുന്നതിന് തൊട്ട് മുൻപ് ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സർവീസിലേക്ക് സെലക്ഷൻ കിട്ടി വന്നു. അടുത്തടുത്ത സീറ്റുകളായിരുന്നതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അടുത്തു. ഒരു അസാധ്യ പേഴ്സണാലിറ്റി ആയിരുന്നു അബ്ബാസ്. എല്ലാ കാര്യങ്ങളിലും തൻ്റേതായ ഒരു കയ്യൊപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും എളുപ്പം അടുക്കാൻ അബ്ബാസിന് കഴിഞ്ഞിരുന്നു. മദ്യ സദസ്സുകളിലൊഴികെ ബാക്കി എല്ലാ മേഖലകളിലും ഞങ്ങൾ പലപ്പോഴും ഒന്നിച്ചുണ്ടായി. അബ്ബാസിൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു പാവം നിഷ്കളങ്കയായ ഉമ്മ. മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ. ഇടയ്ക്കിടെ ഫോൺ ചെയ്ത് എന്നെ വിളിക്കും. അബ്ബാസിൻ്റെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ ഒന്ന് രക്ഷപ്പെടുത്തി സഹായിച്ചു കൊടുക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെടുക. മറ്റൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, കബീർ. ഞങ്ങളൊക്കെ അബ്ബാസിനോട് പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞു നോക്കി. പക്ഷേ എവിടെ വഴിപ്പെടാൻ. കിതാബുകളിലെ ആയത്തുകളൊക്കെ ഈ കബീറിന് നല്ല വശമായിരുന്നു. പക്ഷേ അതേ ആയത്തുകളിലെ ശരിയായ അർത്ഥം നിർവചിച്ച് കബീറിനെ അബ്ബാസ് പരാജയപ്പെടുത്തുമായിരുന്നു. അന്നൊക്കെ അബ്ബാസ് ഉയർത്തിയിരുന്ന ചോദ്യങ്ങൾക്ക് ഇന്നും എനിക്ക് പോലും മറുപടി കിട്ടിയിട്ടില്ല. അന്ന് അബ്ബാസ് പറയും, 6ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിലാണ് മതം കെട്ടിപ്പൊക്കിയതെന്നും പാലസ്തീൻ, സിറിയ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളൊഴികെ ബാക്കി ഒരു രാജ്യത്തെക്കുറിച്ചും കിതാബുകളിൽ റെഫറൻസ് ഇല്ല എന്നും. ഉദാഹരണത്തിന് അമേരിക്ക, ബ്രിട്ടൻ, ശ്രീലങ്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചൊന്നും ആ കിതാബുകളിൽ പറഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ കാരണം എന്താണ്? അന്ന് ആ രാജ്യങ്ങളെക്കുറിച്ച് അന്ന് അറിവില്ലായിരുന്നു എന്നാണല്ലോ അർത്ഥം. ഇതായിരുന്നു അബ്ബാസ് ഉയർത്തിയ ചോദ്യങ്ങൾ. മദ്യപ്പുഴ മാത്രമല്ല, 33 വയസ്സുള്ള മാദകത്തിടമ്പുകൾ സ്വർഗത്തിൽ ഇഷ്ടം പോലെ കിട്ടുമെന്നും ഏതോ ഉസ്താദ് അബ്ബാസിന് പറഞ്ഞു കൊടുത്തിരുന്നു. അബ്ബാസ് എപ്പോഴും പറയും, സ്വയം പണ്ഡിതരായി ചമയുന്ന ചില ഉസ്താദുമാരാണ് ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ മതത്തെ വഴിതെറ്റിക്കുന്നത്. സമുദായത്തെ ഇരുട്ടിൽ നിർത്തുകയാണ് ഈ അല്പജ്ഞാനികളായ പണ്ഡിതന്മാർ എന്നാണ് അബ്ബാസിൻ്റെ വാദം. അബ്ബാസിൻ്റെ വാദമുഖങ്ങളൊക്കെ ഞങ്ങൾ അന്തിച്ച് നോക്കി നിൽക്കാനല്ലാതെ നമുക്കൊന്നും കഴിയുമായിരുന്നില്ല. ഈ സോക്കാൾഡ് പണ്ഡിതന്മാരോട് അബ്ബാസിനുള്ള പകയ്ക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഇവിടെ റിലവൻ്റ് അല്ല, എങ്കിലും പറഞ്ഞു പോകാം.
50 വർഷങ്ങൾ മുമ്പുള്ള കഥയാണല്ലോ നമ്മൾ പറയുന്നത്. അന്ന് പോലും അബ്ബാസിൻ്റെ ഉമ്മ തട്ടമിടിയില്ലായിരുന്നു, പർദ്ദയും ധരിക്കില്ല. തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ തിയേറ്ററിൽ അബ്ബാസിൻ്റെ നാടകമുണ്ടായിരുന്നു. ആ നാടകം കാണാൻ ഞങ്ങളൊക്കെ ഉണ്ടവിടെ. അബ്ബാസിൻ്റെ ഉമ്മ വീട്ടിൽ നിന്നും, അന്ന് ഓട്ടോറിക്ഷ ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ, ബസ്സിൽ കയറി നേരെ കാർത്തിക തിരുനാൾ തിയേറ്ററിലേക്ക് തൻ്റെ മകൻ്റെ നാടകം കാണാൻ എത്തിച്ചേരുന്നു. അന്ന് നാടകം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉമ്മയെ കാത്ത് ആ പണ്ഡിതൻ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. വിധവയായ നിങ്ങൾ എന്തിനാണ് നോമ്പ് നിസ്കാരമൊക്കെ വെടിഞ്ഞ് നാടകം കാണാൻ ഇറങ്ങി നടക്കുന്നത്? അതും തട്ടമിടാതെ പരസ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഭത്സിക്കുകയും അവരെ ശരിക്കും നൊമ്പരപ്പെടുത്തുകയും ചെയ്തു. അബ്ബാസ് അറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ അബ്ബാസ് ഉസ്താദിൻ്റെ വീട്ടിലെത്തി. ചാട്ടുളി പോലെ തീക്ഷ്ണമായ വാദമുഖങ്ങൾ നിരത്തിയപ്പോൾ ഉസ്താദിന് ആകെ കലികേറി. ഉസ്താദ് കയ്യോങ്ങി. എന്തിനു പറയുന്നു? അടുത്ത ദിവസം ആശുപത്രി കിടക്കയിൽ ഉസ്താദ് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഉമ്മ ആ ഉസ്താദിൻ്റെ കാല് പിടിക്കാൻ ഇടവന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അന്ന് തൊട്ടേ അബ്ബാസിന് ഈ സർവജ്ഞ പീഠക്കാരെ പുച്ഛമായിരുന്നു. നാടകത്തിൽ ഒപ്പം അഭിനയിച്ച ഒരു പെൺകുട്ടിയാണ് അബ്ബാസ് ജീവിത സഖിയാക്കിയത്. ഗീത, അതായിരുന്നു കുട്ടിയുടെ പേര്. സാധ്യയായ ഒരു ഹിന്ദു പെൺകുട്ടി. മരണം വരെ അബ്ബാസിനൊപ്പം തന്നെ ഗീത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ടെസ്റ്റുകളൊക്കെ യഥാസമയം പാസ്സാവാത്തത് കൊണ്ട് ക്ലാർക്കായി തന്നെ അബ്ബാസ് ഒതുങ്ങിക്കൂടി. ഞങ്ങളൊക്കെ പ്രൊമോഷൻ കിട്ടി ഉയർന്ന തസ്തികകളിലേക്ക് എത്തുമ്പോൾ അബ്ബാസ് ആ പഴയ ജീവിതശൈലി തന്നെ തുടർന്നു പോന്നു. പണ്ടൊക്കെ നിരന്തരം കാണുമായിരുന്ന അബ്ബാസിനെ പിന്നീട് ഇടയ്ക്കിടെ മാത്രം കാണാനുള്ള അവസരമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ എന്നോട് വന്ന് പറഞ്ഞത്, അബ്ബാസിന് സ്ട്രോക്ക് വന്നു, പരാലിസിസ് കാരണം ICUവിലാണ്. ചികിത്സ കഴിഞ്ഞു, ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ആ പരാലിസിസ് അബ്ബാസിനെ ശരിക്ക് വേട്ടയാടി. ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അബ്ബാസിനെ തോളിലേന്തി സ്നേഹമയ്യായ ഗീത എത്രയോ നാൾ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ അതും അധികകാലം നീണ്ടില്ല. തലച്ചോറിനെ കാർന്ന് തിന്നിരുന്ന മദ്യം ക്രമേണ അബ്ബാസിൻ്റെ ജീവിതത്തെ കശക്കിയെറിഞ്ഞു. ഒരു ദിവസം അബ്ബാസ് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു. ഒരുപക്ഷെ സ്വർഗത്തിലെ ഹൂറികളോടൊപ്പം മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുകയായിരിക്കാം അബ്ബാസ്. അബ്ബാസിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. അബ്ബാസിൻ്റെ കഥ ഒറ്റപ്പെട്ടതാണെന്ന് ധരിക്കേണ്ട. ഒരുപക്ഷെ മദ്യത്തോടുള്ള അത്യാസക്തി കൊണ്ടാവാം അബ്ബാസ് മതത്തെ കൂട്ടുപിടിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചത്. എപ്പോഴും മദ്യപർ അങ്ങനെയാണ്, എന്തെങ്കിലും കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കും. അനേകം ജന്മങ്ങളെ ജീവിക്കുന്ന രക്തസാക്ഷികളായി എനിക്ക് ചുറ്റും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉമ്മയുടെ നൊമ്പരങ്ങളും ഗീതയുടെ നിറകണ്ണുകളും പലപ്പോഴും ഒരു നൊമ്പരമായി എൻ്റെ മനസ്സിൽ അവശേഷിച്ചിട്ടുണ്ട്. ലഹരിയുടെ താണ്ഡവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബ്ബാസിൻ്റെ കഥ യാദൃച്ഛികമായി ഓർമ്മയിൽ വന്നു എന്നേ ഉള്ളൂ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.